അപ്പോൾ അതുകൊണ്ട് ബാങ്കിൻ്റേതായ കാർഷിക സ്കീമുകളിൽ നല്ലൊരു പങ്കും ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, കൂടുതൽ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരുപാട് സ്കീമുകൾ ഇപ്പോഴും വരുന്നുണ്ട്. സാധാരണഗതിക്ക് കർഷകരെടുക്കുന്നത് KCC എന്ന് പറയുന്ന സ്കീമാണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സ്കീമാണ് സാധാരണ എല്ലാവരും സാധാരണയായിട്ട് എടുക്കുന്നത്. നമുക്ക് എന്താണ് കൃഷി ചെയ്യുന്നത്, ആ കൃഷിയുടെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ തെങ്ങ് കൃഷിയാണെങ്കിൽ നമുക്കൊരു ഏക്കറിന് ഇത്ര തെങ്ങ്, കവുങ്ങാണെങ്കിൽ ഇത്ര, കൊറ്റക്കൊടിയാണെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. ലോണായിട്ട് തന്നെയാണ് സാധാരണ. ഒരു ATM കാർഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാർഡും അതിൻ്റെ കൂടെ കിട്ടും. അത് ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കീമാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് അത് പുറത്തേക്ക് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സ്കീമുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കൃഷിയാണോ ചെയ്യുന്നത് ആ കൃഷിക്ക് അനുസരിച്ചിട്ടുള്ള നമുക്ക് ബാങ്കിൻ്റെ രീതിയിൽ ചെയ്യാവുന്ന ഹെൽപ്പുകൾ ഒരുപാടുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് കൃഷിയാണോ ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ബാങ്കിലേക്ക് ആദ്യം ഒന്ന് സംസാരിക്കാനായിട്ട് വരിക. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്ത് സ്കീമിലേക്കാണോ നിങ്ങളുടെ ആക്ടിവിറ്റി ഉൾപ്പെടുത്താൻ പറ്റുന്നത് അതിലേക്ക് ഉൾപ്പെടുത്തി നിങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മുതൽ അതിൻ്റെ മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിഭവനുമായിട്ട് ഷാജി സാറായിട്ട് ഞങ്ങൾ സംസാരിച്ച് അവർ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്കീമുകളെല്ലാം ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ചിങ്ങമാസ പുലരി ആശംസിക്കുന്നു.